മോനുണ്ടാക്കിയ കറി എങ്ങനെ ഉണ്ടാക്കളെ? അജുവിൻ്റെ കട്ടിലേന്ന് മാറത്തില്ല. നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഇല്ലേ മക്കളെ? ഇവിടെ ഇരുന്നാലേ അജുവിന് തൃപ്തിയാവത്തുള്ളൂ. നോക്കിക്കോ, ഉണ്ടോ? അജുമോൻ മൊബൈൽ ഫോൺ അവിടെ വെച്ചിട്ടുണ്ട്. അജുമോൻ ഒരു നല്ല ചാനൽ കാണാറുണ്ട്. അതിലെപ്പോഴും പാചകം, നല്ലൊരു ടീച്ചർ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്ന നാടൻ രുചികൾ, മുത്തശ്ശനും മുത്തശ്ശിയുടെയൊക്കെ അവരുണ്ടാക്കുന്ന പാചകങ്ങളൊക്കെ അതിൽ കാണിക്കും. അത് അജുമോന് ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട്. ആ, ടീച്ചറാണെന്ന് അജു പറയുന്നു. അജു അത് ഇപ്പോൾ വെക്കല്ലേ, ഒന്നും വെക്കല്ലേ. വേണ്ട, കണ്ടോ, കഴിക്കുവോ കുട്ടൻ കഴിക്കുവോ? വളരെ സന്തോഷത്തോട് കഴിക്കുമോ വലിയ മുത്തേ? ആ, സ്വന്തമായിട്ടുണ്ടാക്കിയത് സ്വന്തമായിട്ട് കഴിക്കുന്നു. ചിക്കൻ പുരട്ടിയതും കപ്പ വേവിച്ചതും അമ്മച്ചിക്ക് അവിടെ വെച്ചിട്ടുമുണ്ട്. എങ്ങനെയുണ്ട്? ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അജുമോൻ നട കിടക്കുന്നു. അജുമോനെ ഇച്ചിരി പണിയൊക്കെ ചെയ്തിട്ട് വന്ന് കിടക്കുക. രാവിലെ ഞങ്ങൾ രണ്ടുപേരും ഒരിടത്ത് പോയിട്ട് വന്നതായിരുന്നു. പിന്നെ നമ്മുടെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ആവശ്യത്തിന് പോയതാണ്. പോയിട്ട് ഇങ്ങോട്ട് വന്നപ്പം അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ കൊട്ടപ്പാക്ക് ഉണ്ടായിരുന്നു, അതും കൊടുത്തു. പിന്നെ ഞങ്ങൾ പോകേണ്ടുന്നിടത്ത് പോവുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ വന്നു. പിന്നെ എന്നിട്ട് ഇച്ചിരി അറക്കപ്പൊടി മേടിച്ചുകൊണ്ട് വന്നു. അതുകൊണ്ട് കൂടുതലായിട്ട് ജോലികളൊന്നും ചെയ്തില്ല. മിറ്റമൊക്കെ തൂത്ത് വരിയിട്ടായിരുന്നു രാവിലെ. പിന്നെ അജുമോൻ ഇതാണ്ട് ഇതൊക്കെ അജുമോൻ അടപ്പയിലോട്ട് വെച്ചു. അപ്പം ഗ്യാസിൻ്റെ ഒരടുപ്പ് പിന്നെ ഇച്ചിരി കേടുണ്ട് കേട്ടോ. അതിൽ കൂടെ തീ അധികം വരത്തില്ല, ചെറുതായിട്ട് തീ വരുന്നത് കൊണ്ട് അതങ്ങനെ അങ്ങ് നിർത്തിയേക്കുക. അപ്പം ഞാൻ ഇന്ന് അജുമോനോട് പറയുമായിരുന്നു, മോനെ പിന്നെ അത് ശരിയാക്കണമെന്ന് പറയുമായിരുന്നു. എൻ്റെ പിന്നെ ഉപ്പ് മേടിച്ചു, ഉപ്പ് കല്ല്, നമ്മൾ ഉപ്പ് കല്ലാണല്ലോ ഉപയോഗിക്കുന്നത്. ഇച്ചിരി ചിക്കൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം ഇച്ചിരി മഞ്ഞളൊക്കെ ഇട്ട് വെച്ചേക്കുന്നേ ഉള്ളൂ. ഇനിയും വേണം അതിനകത്തെല്ലാം ചേർക്കാനായിട്ട്. ബാക്കിയെല്ലാം ചേർത്തേക്കോ, ഉള്ളിയും പിന്നെ എന്ത് പറയുന്ന പിന്നെ ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചിയും പിന്നെ തേങ്ങാക്കൊത്തും കറിവേപ്പിലയും എല്ലാ സാധനങ്ങളും ബാക്കി നമ്മൾ ചേർക്കേണ്ടുന്നത്. ഇനി മസാലകളാണ് ചേർക്കേണ്ടുന്നത്. മസാല ചേർക്കേണ്ടുന്നത് ഞാൻ മഞ്ഞൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇവിടെ നല്ല വൃത്തിയായിട്ട് മഞ്ഞൾ ചേർക്കും കേട്ടോ. ഇഷ്ടം പോലെ മഞ്ഞൾ ചേർക്കും. 2 സ്പൂണൊക്കെ മഞ്ഞൾ ചേർത്ത നമ്മൾ ഉണ്ടാക്കുന്നത്. എന്നല്ല ഇവിടെ എല്ലാവർക്കും ഒരു തൃപ്തി. അതൊരു ശീലമായതുകൊണ്ടാണ്. ചോദിക്കും മഞ്ഞൾ ചവയ്ക്കത്തില്ലയോ എന്ന് കേട്ടോ. മഞ്ഞളൊന്നും ചവയ്ക്കത്തില്ല. അത് ചേർത്തില്ലെങ്കിൽ നമുക്കൊരു വിഷമോ. അജുമോനെ അവന് വേണ്ടുന്നതെല്ലാം ഇവിടെ കൊണ്ടുവച്ച് ഇതാവാത്തത് കൊണ്ട് അവനിങ്ങനെ കഴിക്കാനായിട്ട്. അപ്പം ഇങ്ങനെ തിരിച്ചിട്ടപ്പം കയ്യിലോട്ട് ചെറുതായിട്ട് ഇച്ചിരി എണ്ണ തെറിച്ചപ്പം അമ്മച്ചി ഒന്ന് തിരിച്ചിടാന്ന് പറഞ്ഞ് ഓടി അങ്ങ് പോയി. അപ്പോൾ അത് അവിടെ ഇരുന്ന് അങ്ങനെ വേവുക. പിന്നെ ഇതും ഇവിടെ ഇരുന്ന് ഇങ്ങനെ റെഡിയാവുക. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ ഇതും ഇവിടെ ഇരുന്ന് അപ്പം പിന്നെ വന്നു കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു ചീനി അങ്ങോട്ട് പിഴുത്, പിന്നെ ഒരു മൂട് പിഴുതപ്പോൾ ഒന്നുമില്ലായിരുന്നു. എല്ലാം പിന്നെ ഈ പന്നിയലി വന്ന് തിന്നായിരുന്നു. അതുകൊണ്ട് ഒന്നുമില്ലായിരുന്നു. 2-3 മൂട് പിഴുതപ്പോഴാണ് ഇത്രയും കിട്ടിയത് കേട്ടോ. 2-3 മൂട് പിഴുതു. അല്ലെങ്കിൽ എങ്ങനെയൊന്നുമല്ല, ഒരു മൂട് പിഴുതാൽ 4-5-6 ദിവസത്തേക്ക് കാണുന്നു. ചീനി വേവിച്ചു. പിന്നെ എല്ലാം പിന്നെ ചിക്കൻ കറി വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഉള്ള കടുക് വറുത്ത് ഇവിടെ വെച്ചേക്കുന്നു. ചോറ് പിന്നെ ഇന്നലത്തെ ചോറായിരുന്നു, ഞാൻ ആവി കയറ്റിയെടുത്തു, ദണ്ട് വെച്ചേക്കുന്നു. അപ്പോൾ എല്ലാം റെഡിയാണ്. അപ്പോൾ ഇനി ഈ കറിയും കൂടെ വെന്ത് കഴിഞ്ഞാൽ എനിക്ക് വെച്ച അച്ഛനും കഴിക്കാം. അജുമോൻ ഇതും കൂട്ടി കഴിക്കും. ചിലപ്പോൾ ഇച്ചിരി എരിവായിരിക്കും. തന്നാൽ ഞങ്ങൾ കഴിക്കും, തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾക്ക് വേറെ കറിയുണ്ട്, അതും കൂട്ടി ഞങ്ങൾ കഴിക്കും. എൻ്റെ പുറവശത്ത് വന്ന് പമ്മി പിടിച്ച് നിൽപ്പുണ്ട്. വെന്തില്ല എടുത്ത് തിന്നുകളല്ലേ പച്ച. പണ്ട് അമ്മച്ചിയൊക്കെ പറയാറുണ്ട്, പച്ച ഇറച്ചിയൊക്കെ പകുതി വേവിച്ചൊന്നും തിന്നരുത്, ഭ്രാന്ത് പിടിക്കുമെന്നൊക്കെ പറയുമായിരുന്നു ഞങ്ങളോടൊക്കെ. അവിടെ ഇരിക്കട്ടെ മോനെ, ഇപ്പം അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ, ഇനി ഒന്നും ചെയ്യരുത്. ഒന്നും ആയിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇല്ല, പച്ചിച്ച് കിടക്കുക, അസുഖം ഉണ്ടാവും. കണ്ടോ തിരിച്ചിട്ടത്. ഒരിക്കലും തിന്നരുത്. ഒരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യുക. 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യുക. നിനക്ക് തക്കാളി വേണ്ടായിരുന്നു മക്കളെ? അവിടെ ഒരെണ്ണം കൊണ്ട് ഉണ്ടായിരിക്കും. എടുത്തോണ്ടൊന്നും വരുന്നില്ല. പിന്നെ അജു ചെയ്ത പണികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അജു പിന്നെ ഇങ്ങോട്ട് വന്നപ്പം പിന്നെ ഇത് മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ അപ്പം ഇതൊക്കെ മേടിച്ചപ്പോഴത്തേന് അജുമോൻ പോയിട്ട് കുറച്ച് അറക്കപ്പൊടി കൊണ്ടുവന്നു. ഞങ്ങളിവിടുത്തെ
ചേമ്പുമൊക്കെ കിളച്ചെടുത്തായിരുന്നു കേട്ടോ. ഇനി കുറച്ചെങ്ങാണ്ടേ നിൽപ്പുള്ളൂ. ഞങ്ങൾ കിളച്ചെടുത്ത് നല്ല വൃത്തിയായിട്ട് പുഴുങ്ങിയൊക്കെ അങ്ങോട്ട് തിന്നു ഓരോ ദിവസവും. അജു ചൂല് കൊണ്ടുവന്ന് വെച്ചേക്കുന്നുണ്ട്. അജു ഇവിടെ വന്നേക്കുമായിരുന്നു, ഇങ്ങോട്ട് വന്നേക്കുമായിരുന്നു. അങ്ങനെ ഒരു കൂട് അജുമോൻ വൃത്തിയാക്കിയിട്ടുണ്ട്. ഒരു കൂട് വൃത്തിയാക്കി നമ്മുടെ കോഴിക്കൂടെ ഒരു മുറി വൃത്തിയാക്കിയിട്ട് പിന്നെ അറക്കപ്പൊടിയെല്ലാം മാറ്റി. ഇന്നലെ മെഞ്ഞാന്നെങ്ങാണ്ടേ മാറ്റി അറക്കപ്പൊടിയൊക്കെ പിന്നെ എല്ലാം വാരി മാറ്റി ഇന്ന് കൊണ്ടുവന്നിട്ട് പിന്നെ അതിനകത്ത് വേറെ അറക്കപ്പൊടി കൊണ്ടുവന്നവനിട്ടു. ഒക്കെ ചെയ്ത് പിന്നെ എല്ലാവരെയും കോഴികളെയൊക്കെ കുറച്ചെണ്ണത്തിനെ അപ്പുറത്തോട്ടൊക്കെ മാറ്റി. എന്നിട്ട് ഇനിയിപ്പോൾ ഒത്തിരി കോഴികൾ നമുക്കില്ല കേട്ടോ. നമ്മൾ ഒത്തിരി കോഴികളെ എല്ലാം നമ്മളങ്ങ് കൊടുത്തു. അങ്ങനെ കുറച്ച് കോഴികളേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത സ്കൂളൊക്കെ അടച്ച് കഴിയുമ്പം, പരീക്ഷയെല്ലാം കഴിഞ്ഞ് സ്കൂളൊക്കെ അടച്ച് കഴിയുമ്പം അജുമോൻ ചിലപ്പം പിന്നെ കോഴികളെ ഇനി എൻ്റെ മണ്ടയ്ക്കൂടെ വേണ്ട നിൽക്കുന്നു. വിറക് വറക്കാൻ വന്ന ഞങ്ങളുടെ വല്യമ്മ വിറക് വറക്കാൻ പെരുമണ്ടേ വന്നേക്ക്. വിറകില്ല, അല്ല അതിനകത്ത് വെക്കാനുള്ള വിറക് ചുള്ളി പറക്കുന്നത് കണ്ടോ. വെള്ളിയിലോട്ടൊക്കെ പോയത് പറക്കാൻ വയ്യ, ഇതിൻ്റെ മണ്ടയ്ക്ക് വന്നേക്കുകൊണ്ട്. എൻ്റെ മണ്ടേ വന്നു അവൻ്റെ ആവശ്യം സാധിക്കും. മറ്റേത് അവിടെ അങ്ങനെ ഇരിക്കുമല്ലയോ, അതിനാ ഇപ്പം ഇതുമായിട്ട് വന്നേക്കുന്നേ. അന്ന് ബാക്കിയുള്ള അതിനകത്ത് കുറച്ച് ഇതും കൂടെ പിന്നെ തൂത്തുവാരി എല്ലാം കോരി കഴിഞ്ഞിട്ടൊരു പൊടി പോലെ കിടന്നെല്ലാം അജുമോൻ തൂത്തുവാരി കളഞ്ഞു. പനിയാ, കഫക്കെട്ട, പനിയൊന്നുമില്ല, കഫക്കെട്ട്. സൗണ്ടിനും എല്ലാം വ്യത്യാസം. ഇപ്പം ഇത്രയൊക്കെ ശബ്ദമുണ്ട്, ഇടയ്ക്കൊക്കെ ശബ്ദം കാണത്തില്ല. പിന്നെ രാവിലെ ഞാൻ ഉണരുന്നതെന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത പോലെ തോന്നിയിട്ട് ചാടി ഇങ്ങനെ ഇരിക്കും. അന്നേരം ഒരൊറ്റ ചുമയായിരിക്കും, അപ്പോഴത്തേനും കഫം വരും, അപ്പോഴത്തേനും ഓടിപ്പോവും. അങ്ങനെ രാവിലെ എണീക്കുന്ന എന്താണ്ട് ഇവിടുന്ന് നിന്ന ചീനിയെല്ലാം പിഴുതെടുത്ത് ഒന്നുമില്ലായിരുന്നു കേട്ടോ. അണ്ട് ഞാൻ കാണിച്ചല്ല, അത്രയേ ഉള്ളായിരുന്നു. ആകെ കാപ്പിക്കുരുവെല്ലാം ഇവിടെ ഇങ്ങനെ ഇട്ടേക്കുവന്നേ. ഇട്ടേക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ. കൊച്ച് പെരമണ്ട നിന്ന കൊച്ച് പെരക്കകത്തെത്തി. ഭയങ്കര പരിപാടിയാണ്. ഒരുപാട് പിന്നെ തീയെല്ലാം കൂടെ വെച്ച് കൊടുക്കരുത്. പിന്നെ അതിന് ആവശ്യത്തിനുള്ള തീയുണ്ട് കേട്ടോ. കുറച്ച് തീയെ വെക്കാവേ. അതെല്ലാം അങ്ങ് വാരി വെച്ചിട്ട് മോനെ അത് അവിടെ നിന്ന് വേണേ എടുത്തോ. എന്നിട്ട് അമ്മ ഇത് മാറ്റാം, ഇത് അടപ്പേ വെക്കാം. മതി, ഇല്ലടാ കുട്ടാ, അല്ലേലും ഞാൻ അടപ്പേ വെക്കും. ഇവിടെ കൊണ്ടുവച്ചോ. അതാ പറഞ്ഞേ, ഞാനിത് ഇവിടെ നിന്ന് എടുക്കും. എനിക്ക് അവിടെ വെച്ചാ വേവിക്കേണ്ടെന്ന് മക്കളെ, എനിക്ക് അവിടെ വെച്ചാ വേവിക്കേണ്ടെന്ന്. ആ കണ്ടോ, എന്നെ അടിക്കാൻ നിൽക്കുന്ന പോലെ നിൽക്കുന്ന നിപ്പ് കണ്ടോ. 1 മിനിറ്റ് ഇവിടെ നിന്ന് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കെട്ടും, ഞാനങ്ങ് തരും 3-4 എണ്ണം. നീളമൊക്കെ വെച്ചോ അജു നിനക്ക്? ഇച്ചിരി വളർന്നു കഴിഞ്ഞാൽ പിന്നെ തള്ളമാരെ തല്ലാമെന്നുള്ള പ്ലാൻ വല്ലതും ഉണ്ടോ? ഉണ്ടോടെ? ഇല്ല. ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ മതി, അറിഞ്ഞ് ഞാൻ പെരുപ്പിക്കാം. അജുവേ, ഇതിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോവരുത്, അമ്മച്ചിക്ക് വേണ്ട. ആ ആ മസാല ഇതിനകത്ത് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചേർത്തേക്കാം കേട്ടോ. ഇനി എടുത്തേക്കുന്നു മതി മോനെ, അതിലൊഴിക്കാം. മോനെ ഇച്ചിരി മസാല ചേർത്തായിരുന്നു കേട്ടോ നീ, ഗരം മസാല. ആണോ? തീ കൂട്ടരുതാ, കരിഞ്ഞു പോവാ. മസാല മുഴുവൻ കരിയും. അനാവശ്യമായിട്ടുള്ള ഇതെല്ലാം കൂടെ വെച്ച് കഴിഞ്ഞാൽ ആ തീയും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ നീ അതങ്ങ് കൊണ്ടുപോയിക്കോ. ആ ഇട്ട ഒരെണ്ണം വെന്തില്ല, അത് വെറും പച്ച ഇറച്ചിയോ അതൊന്നും അങ്ങനെ എടുത്ത് അതിനകത്ത് വെച്ച് ചേർത്ത് തിന്നാൻ നിൽക്കരുത്. നമുക്ക് മറ്റ് രോഗങ്ങളുണ്ട്. ഇതിനകത്ത് ഹോർമോണും ഒക്കെ ചേർത്ത് വരുന്ന കോഴിയാണ്, അത് മനസ്സിലാക്കിക്കോണം. ഈ കോഴിയൊന്നും വേവിക്കാതെ എടുത്ത് തിന്നു കഴിഞ്ഞാൽ പണി പാടും. പ്ലേറ്റ് എടുക്കണ്ട, അതോടിങ്ങി എടുക്ക്. എന്തിനാ പ്ലേറ്റ് എടുക്കുന്നത്? പ്ലേറ്റ് ഇതായിരുന്നു കഴിക്കാനോ? എന്നാ മാറ്റിക്കോ. വേണ്ട, മാറ്റി വെച്ചു അജുവിൻ്റെ. ഓക്കെ, ഞാനിനി ഇതെടുത്ത് വെക്കാം. വേണ്ട വേണ്ട വേണ്ട,
വീഡിയോ പിടിക്കണ്ട. നിന്നെ കാണാൻ എല്ലാവർക്കും ഇഷ്ടം കൂടുതലായിട്ടും. ഓ എന്നെ അങ്ങനെ കാണണമെന്നൊന്നുമില്ല. മറിക്കോ എന്നെ കെട്ടിപ്പിടിക്കണ്ട. നീ താണ്ടോ എനിക്കൊന്ന്. തീ പോന്നു. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണണം. ടാറ്റ. ഓക്കെ, താങ്ക് യു. എല്ലാവരും വീഡിയോ കാണണേ. സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റുകൾ അയക്കണം.